മണികൾ മുഴങ്ങുന്നു. അനുപമ ബലിയർപ്പിച്ചിടുവാൻ അൾത്താരവേദിയൊരുങ്ങുന്നു. മാലാഖമാരണി ചേരുന്നു, മണികൾ മുഴങ്ങുന്നു. അനുപമ ബലിയർപ്പിച്ചിടുവാൻ അൾത്താരവേദിയൊരുങ്ങുന്നു. അണയാമൊന്നു ചേരാം, ദൈവത്തിനീ ബലിയർപ്പിക്കാൻ ആ തിരുനാഥന്റെ മുൻപിൽ ജീവിതം കാഴ്ചയേകാം. അണയാമൊന്നു ചേരാം, ദൈവത്തിനീ ബലിയർപ്പിക്കാൻ ആ തിരുനാഥന്റെ മുൻപിൽ ജീവിതം കാഴ്ചയേകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, തിരുസഭയിലൂടെ തിരുസഭയ്ക്ക് വേണ്ടി നമ്മുടെ ദൈവനാമത്തിൽ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഒരുപാട് ആത്മായ പ്രേക്ഷിതർ ഇന്ന് ലോകത്തിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ, പ്രസംഗിക്കുവിൻ എന്നരുൾ ചെയ്ത കർത്താവിൻ്റെ വചനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഹൃദയത്തിൽ ആ കർത്താവിൻ്റെ വചനത്തിൻ്റെ ആ ഊഷ്മളത അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ആത്മായ പ്രേക്ഷിതരെയും വൈദികരെയും സന്യാസികളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രേക്ഷിതരിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവാം. ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ ആഴപ്പെട്ടിട്ടുണ്ടാവാം. അവരെല്ലാം കർത്താവിൻ്റെ ഈ ബലിപീഠത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ കർത്താവിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ അനേകം വ്യക്തികൾ തങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് വെച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ ബലിപീഠത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കും അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനത്തോടുള്ള വിശ്വസ്തതയും വിശ്വാസവും ഒപ്പം തന്നെ സഹായവും കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി ഈ വിശുദ്ധ ബലി കാഴ്ചവെച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി യഥായോഗ്യതയോടുകൂടെ അർപ്പിക്കേണ്ടതിന് ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി കേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കനിയേണമേ, കനിയേണമേ. ക്രിസ്തുവേ
കനിയേണമേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സുവിശേഷ ശക്തി പുളിമാവ് പോലെ അങ്ങേ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. ഈ ലോക വ്യാപാരങ്ങളുടെ മധ്യേ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന അങ്ങേ വിശ്വാസികൾക്ക് ക്രിസ്തീയ ചൈതന്യത്താൽ ജ്വലിച്ചുകൊണ്ട് ഐഹിക ധർമ്മങ്ങൾ നിറവേറ്റുന്നത് വഴി അങ്ങേ രാജ്യം നിരന്തരം പടുതുയർത്തുവാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: പ്രിയ സഹോദരരെ, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാം ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടി ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യവുമത്രേ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു. അതിൻ്റെ പ്രഘോഷകനായും അപ്പോസ്തലനായും വിശ്വാസത്തിലും സത്യത്തിലും വിജാതിയരുടെ പ്രബോധകനായും ഞാൻ നിയമിക്കപ്പെട്ടു. ഞാൻ വ്യാജമല്ല, സത്യമാണ് പറയുന്നത്. അതിനാൽ കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്, കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു: നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുൾ ചെയ്തു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള ജീവിതമാണ് പ്രേക്ഷിത പ്രവർത്തനം. ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള മരണമാണ് രക്തസാക്ഷിത്വം. ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ത്യാഗപൂർണമായിട്ടുള്ള സമ്മാനമാണ് നിത്യജീവൻ. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ ഒരുവൻ തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുമ്പോൾ ആ ജീവിതം അവൻ നഷ്ടപ്പെടുത്തുകയാണ്. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ അവൻ അവൻ്റെ ജീവിതവും നിലനിർത്തുകയാണ്. കാരണം ജീവൻ തരുന്നവനും എടുക്കുന്നവനും ദൈവമാണ്. ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവന് അത് നേടുന്നു, ജീവിതം നേടുന്നു. തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നവൻ അതിൽ തന്നെ അവസാനിക്കുന്നു എന്ന്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രേക്ഷിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് അനേകം ആത്മാക്കളെ നേടുക, ഒപ്പം തന്നെ സ്വന്തം ആത്മാവിനെ കൂടി നേടുക എന്നതാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് വലിയൊരു പ്രവർത്തനം എന്നതിനേക്കാളും ഉപരിയായിട്ട് ചെറിയ കാര്യങ്ങളിൽ പ്രേക്ഷിതരാകുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കർത്താവ് അരുൾ ചെയ്യുന്നത് ഇപ്രകാരമാണ്: ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക, അപ്പോൾ ദൈവം നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നൽകുമെന്ന്. അപ്പോൾ ചെറിയ കാര്യങ്ങളിലൂടെ വിശ്വസ്തരായിക്കൊണ്ട്, അതും ചെറിയ ഇടങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ, നമ്മുടെ സമൂഹത്തിൽ തന്നെ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടി ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരുടെ മുമ്പിലും നമ്മൾ പ്രേക്ഷിതരായി മാറുകയാണ് ചെയ്യുന്നത്. നോക്കിക്കേ, ക്രിസ്തുവിന് വേണ്ടി ഇത്രമാത്രം ചെറിയ കാര്യങ്ങൾ പോലും വിശ്വസ്തയോടെ ചെയ്യുന്നുവല്ലോ. ആയതിനാൽ ഈ ചെറിയ കാര്യങ്ങൾ നമുക്കും വിശ്വസ്തയോടുകൂടെ ചെയ്യാൻ പാടുള്ളതല്ലേ എന്ന് ജനത്തിന് ആശയം കൊടുക്കുമ്പോൾ, അങ്ങനെ ഒരു ആശയം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രേക്ഷിതരായി മാറി. അങ്ങനെ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായി വലിയവയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് ആരംഭിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലിയിൽ ആയിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താലമേന്തി നാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുന്നിൽ നിന്നിടുന്നു സാദരം. പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ, പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ. നന്മ പൂർണ്ണ പാലക ഇന്നേകണേ നിൻ ദർശനം, നന്മ പൂർണ്ണ പാലക ഇന്നേകണേ നിൻ ദർശനം. താലമേന്തി നാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുന്നിൽ നിന്നിടുന്നു സാദരം. ഹൃദയതാലമേന്തി നാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുന്നിൽ സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന്
സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രന്റെ ബലിയാൽ മുഴുവൻ ലോകത്തെയും രക്ഷിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ഈ ബലിയർപ്പണത്തിൻ്റെ ശക്തിയാൽ പ്രേക്ഷിത വൃതിയിലേക്ക് അങ്ങ് അനവരതം വിളിക്കുന്ന ആത്മായ ജീവിത അന്തസ്സിലുള്ള അങ്ങേ ദാസർ ക്രിസ്തുവിൻ്റെ ചൈതന്യം കൊണ്ട് ലോകത്തെ ഉത്തേജിപ്പിക്കാനും അവർ അതിനെ വിശുദ്ധീകരിക്കുന്ന പൊളിമാവ് ആയിത്തീരാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സന്തോഷത്തോടെ ആഘോഷിക്കുന്നു. ഉദ്ധാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലുള്ള വരവ് സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ മാലാകമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരു നാമമതിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് മനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു.
ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ ദിവോത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കനിയണമേ. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ
കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൃപയുടെ സമ്പൂർണതയിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സ്വസ്ത്രയാഗത്തിൻ്റെ ശക്തിയിൽ ബലപ്പെട്ട് ഭൗമിക കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുവാൻ അങ്ങ് തിരുവള്ളമായ അങ്ങേ വിശ്വാസികൾ സുവിശേഷ സത്യത്തിൻ്റെ ഊർജ്ജസ്വരമായ സാക്ഷികളായി തീരുകയും ഐഹിക കാര്യങ്ങളിൽ അങ്ങേ സഭയുടെ സജീവ സാന്നിധ്യം അനുഭവവേദ്യമാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ